വിശുദ്ധ കുർബാനയെ ചേർത്തുപിടിക്കുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ഹൃദയാനുഭവങ്ങൾ. ഇത് എറണാകുളം പൊന്നുരുന്നി ദൈവദാസൻ തിയോഫിൻ സമാധിയുടെ ഡയറക്ടർ ഫാദർ ബിനോയ് ലീൻ കപ്പൂച്ചിൻ. വിശുദ്ധ കുർബാനയുടെ ഏറെ ദൈവാനുഭവം നിറയുന്ന ബിനോയ് അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ബിനോയ് ലീൻ കപ്പൂച്ചിൻ. ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് പ്രോവിൻസിലെ ഒരംഗമാണ്. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ആ ദിനത്തെ ഒന്ന് ഞാൻ ഓർക്കുകയാണിപ്പോൾ. 16 വർഷമാവുകയാണ് പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞിട്ട്. എൻ്റെ ആദ്യത്തെ കുർബാനയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുന്ന സമയം 2007 ഡിസംബർ 30 ആയിരുന്നു എൻ്റെ ആദ്യത്തെ കുർബാന അർപ്പണത്തിനായിട്ടുള്ള ഒരുക്കം. പ്രഭാതത്തിൽ ഉണർന്നു. രാവിലെ 10:30 കുർബാന, ആദ്യത്തെ കുർബാന എൻ്റെ ഇടവക പള്ളിയായ തിരുവനന്തപുരത്തെ വെട്ടുകാട് മാതൃദേവൂസ് ദേവാലയത്തിൽ ആദ്യമായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. എന്നെ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം പ്രഭാതത്തിലുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ജോർജ് കുറ്റിക്കൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന 3 പേരും എൻ്റെ ഭവനത്തിലേക്ക് എത്തുകയാണ്. ഒരു ഹാരവുമായിട്ടാണ് അച്ഛൻ അവിടെ എത്തിയത്. കുറ്റിക്കൽ അച്ഛനെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ അച്ഛനെക്കുറിച്ച് പറയുകയാണ്. ആകാശപ്പറവുകളുടെ കൂട്ടുകാരനെന്നാണ് അച്ഛനെ അറിയപ്പെട്ടിരുന്നത്. തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ പാത്രത്തിലിരുന്ന് ഭക്ഷണം വാരി കഴിക്കുന്നതൊക്കെ ഞാൻ ഈ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ ത്രസിപ്പിച്ചിട്ടുണ്ട്. കാരണം വൈദികരോടുള്ള ഒരു അഭിനിവേശവും സ്നേഹവും എനിക്ക് ലഭിച്ചത് ഈ കുറ്റിക്കലച്ചനിൽ നിന്നാണ്. അങ്ങനെ കുറ്റിക്കലച്ചൻ്റെ ശുശ്രൂഷയിൽ ആദ്യ നാളുകളിലൊക്കെ കുറച്ച് നാൾ ഞാൻ സഹകരിച്ചു, കൂടെ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ദൈവവിളിക്കായിട്ട് ഞാൻ കടന്നു ചെല്ലുന്നത്. ആ ദൈവവിളിയുടെ നാളുകളിലൊക്കെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, സംസാരിക്കും അച്ഛനുമായിട്ടൊക്കെ. അങ്ങനെ ഓർഡിനേഷൻ്റെ സമയമായപ്പോൾ ഞാൻ അച്ഛനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛന്, കാരണം ഒത്തിരി തിരക്കുകളുള്ള അച്ഛൻ, അതിനേക്കാളേറെ മറ്റുള്ള ശുശ്രൂഷകളുമായിട്ട് വളരെ തിരക്ക് പിടിച്ച അച്ഛനാണ്. ഇത്രയും തൃശ്ശൂരിൽ നിന്ന് ഓടി തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയില്ല. എങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അച്ഛനെ ക്ഷണിച്ചത്. പക്ഷേ അന്നത്തെ ആദ്യത്തെ പ്രഥമ കുർബാനയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുന്ന അവസരത്തിൽ രാവിലെ 8 മണിയായപ്പോൾ പെട്ടെന്ന് കുറ്റിക്കലച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ആ ശുശ്രൂഷകർ ഓടിയെത്തുകയാണ്. അവിടെ എൻ്റെ വീട്ടിലെത്തുകയാണ്. ഞാൻ സർപ്രൈസായിപ്പോയി. പെട്ടെന്ന് അച്ഛൻ കൊണ്ടുവന്ന ഹാരമെടുത്ത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ കഴുത്തിൽ അണിയിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് എൻ്റെ കാല് പിടിച്ച് ചുംബിക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ഒരു അനുഭവം. എന്താണെന്ന് എനിക്കറിയില്ല ഇതെന്താണ്. കാരണം ഞാൻ വളരെ വിശുദ്ധനായി വളരെ അൾത്താരയിൽ ഈശോയുടെ തിരുശരീരങ്ങൾ എടുക്കുന്ന ആ പുരോഹിതൻ എൻ്റെ കാല് ചുംബിക്കുകയും എനിക്ക് ഹാരമണിയുകയൊക്കെ ചെയ്തപ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ഈ പ്രഥമ ബലിയിൽ അല്പം കൂടെ ഒരുങ്ങുവാനായിട്ടുള്ള ഒരു തീഷ്ണതയും ഒരു അനുഭവവും എനിക്ക് ആ സമയം ഉണ്ടായി. എന്തോ വല്ലാത്ത, കാരണം പൗരോഹിത്യത്തിൻ്റെ ഒരു വലിയൊരു അനുഭവം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ കയറുന്നൊരു ഭീതി ഉണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആ സമയത്തുണ്ടായി. അച്ഛൻ എന്നെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു. എല്ലാവിധ ആശംസകളും പറഞ്ഞ് ആശംസകൾ അർപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, സമയം വളരെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ആശ്ലേഷിച്ചു, ചുംബിച്ചു, എല്ലാ ആശംസകളും നൽകിപ്പോയി. അങ്ങനെ കുർബാനയ്ക്കായിട്ട് ഞാൻ ദേവാലയത്തിലെത്തുമ്പോൾ ഇടവക ജനങ്ങളൊക്കെ എൻ്റെ കൂടെ ആദ്യത്തെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് എന്നോടൊപ്പം ഓർഡിനേഷൻ സ്വീകരിച്ച എൻ്റെ കൂടെയുള്ള വൈദികരുണ്ടായിരുന്നു. അവരെയൊക്കെ ആഘോഷമായിട്ട് അവർ സ്വീകരിച്ചു, ദേവാലയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തിരുവസ്ത്രങ്ങളൊക്കെ അണിയുമ്പോഴും ഈ വലിയ മഹത്വമേറിയ ഈ വിളിയെ വല്ലാത്തൊരു ഭയത്തോടു കൂടിയാണ് ആദ്യത്തെ കുർബാന അർപ്പിക്കുമ്പോൾ. എന്തോ വല്ലാത്തൊരു ഭയവും അതുപോലെ തന്നെ എൻ്റെ അയോഗ്യതകളെക്കുറിച്ചുള്ള ആ ചിന്തകളും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ് ഈ വിളിയെന്ന് എനിക്കൊരു നല്ലൊരു ബോധ്യം കിട്ടി. പിന്നെ ബലി അർപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. ബലി അർപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ട്
ആ അപ്പം തിരുവോസ്തി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വൈദികൻ ചൊല്ലുന്ന ആ പ്രാർത്ഥനയുണ്ട്. അനന്തരം ഈ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. 2007 ഡിസംബർ 30 12:15 ആ തിരുവചനം കരങ്ങളിലെടുത്ത തിരുവോസി ഉയർത്തിയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയമായൊരു അനുഭവം ആ സമയത്ത് എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഈശോയുടെ ഇത്രയും ഈശോ താഴ്ന്നിറങ്ങിയ ഒരനുഭവം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ ആ വചനം എൻ്റെ മനസ്സിൽ ഓടിയെത്തി. ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ ശൂന്യനായി മാറിയത് എൻ്റെ കരങ്ങളിലെ ഒരു ചെറുകാറ്റിൽ പറന്നു പോകാൻ കഴിയുന്ന ഒരു അപ്പത്തിൽ ഈശോ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും മായാത്തൊരനുഭവമാണ്. ആ ഒരു അനുഭവം തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ വല്ലാത്ത ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാനും ആ ദിവ്യകാരുണ്യത്തോട് ഐക്യപ്പെട്ട് ഈശോയുടെ ഹൃദയമാണ് ആ ദിവ്യകാരുണ്യം എന്നുള്ള അനുഭവത്തിൽ മുന്നേറുവാനും ഈ ആദ്യത്തെ പ്രഥമ ബലി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അത് ഇന്നും ഞാനൊരു ഓരോ കുർബാന അർപ്പിക്കാനായിട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ കുറ്റിക്കലച്ചൻ്റെ ആ ദിവ്യകാരുണ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും സ്നേഹവും പൗരോഹിത്യത്തിന് അദ്ദേഹം കൊടുത്ത വിലയുമാണ് എന്നെ അന്ന് കണ്ട് എൻ്റെ ആ കഴുത്തിൽ പൂമാല ഇട്ടതും എൻ്റെ കാല് പിടിച്ച് ചുംബിച്ചിട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തിൻ്റെ എല്ലാ ആശംസകളും നൽകിയത്. ഓരോ ദിവ്യബലി അർപ്പണത്തിനായിട്ട് ഒരുങ്ങുമ്പോഴും എന്നെ പ്രചോദിപ്പിക്കുന്നത് ഈ കുറ്റിക്കലച്ചൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ കണ്ട ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനായിരുന്നു ജോർജ് കുറ്റിക്കലച്ചൻ. കാരണം പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയും പ്രണയിക്കുവാനായിട്ട് എനിക്കൊരു പ്രചോദനമായി മാറിയത് കുറ്റിക്കലച്ചൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ജീവിതവും തന്നെയാണ്. ഇന്ന് ഞാൻ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും അങ്ങനെയൊക്കെ അത്രമാത്രം ആയിത്തീരാൻ പറ്റിയില്ലെങ്കിലും ആ സ്നേഹവും കരുതലും പാവപ്പെട്ടവരോട് കാണിക്കണമെന്നും അതുപോലെ തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ മഹത്വമൊക്കെ ഗൗരവമായി എടുക്കണമെന്നും എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഈ സംഭവം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഓരോ വിശുദ്ധ കുർബാനയിലും സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സ്പർശനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുർബാനയിൽ പങ്കെടുക്കുന്നവരത് പറയാറുണ്ട്. അച്ഛാ, അന്ന് കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ ശരീരത്തിലെ ചില രോഗങ്ങൾ വിട്ടുമാറിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ സമാധാനം ലഭിച്ചിട്ടുണ്ട്, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾ പറയാറുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംഭവം 2018 ക്രിസ്മസിൻ്റെ ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. 2018 ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നു. 2018 ഡിസംബർ 24 രാത്രി ആയപ്പോൾ 8 മണിക്കൊരു ഫോൺ കോൾ വരികയാണ്. എനിക്കറിയാവുന്ന ഒരു സഹോദരി വിളിച്ചു പറയുകയാണ്, അവരുടെ മകൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ ആയിരിക്കുകയാണ്. അച്ഛൻ പെട്ടെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ മനസ്സിൽ എടുത്തുകൊണ്ട് ആ മകനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ വീണ്ടും വിളിക്കുകയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന്, തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാറ്റണമെന്ന് പറഞ്ഞു. ഇവൻ്റെ മമ്മി ട്രിവാൻഡ്രത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടത്തേക്ക് ഈ ചെറുപ്പക്കാരനെ മാറ്റി കഴിഞ്ഞിട്ട് വലിയൊരു സർജറിക്കായിട്ട് അവർ ഒരുങ്ങുകയാണ്.
സർജറി ചെയ്യണമെന്നുള്ള രീതിയിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും 6 മാസം ബെഡ് റിഡനായിട്ട് കിടക്കേണ്ട അവസ്ഥകളൊക്കെയുണ്ട്. റിബൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ 25-ാം തീയതി ഞാൻ കുർബാനയെ അർപ്പിച്ച്, വ്യക്തിപരമായിട്ട് ഇവന് വേണ്ടി കുർബാന അർപ്പിച്ച്, ഞാൻ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ തിരുശരീരമെന്ന് പറഞ്ഞ ആ തിരുവോസ്തിയിൽ നിന്ന് ഒരു ഭാഗം മുറിച്ച് ഈ ചെറുപ്പക്കാരന് കൊടുക്കുവാനായിട്ട് മാറ്റി വെച്ച് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് യാത്രയായി. ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഇവൻ്റെ മമ്മിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ അല്പം സീരിയസ് ആണ്, ICUവിൽ തന്നെയാണ്, അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യണം, ICUവിൽ നിന്ന് അല്പം ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവനെ സർജറിക്കായിട്ട് അവർ ഒരുക്കുകയായിരുന്നു. അടുത്ത ദിവസം സർജറി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബാൻഡേജൊക്കെ വെച്ച് അത് കഴിഞ്ഞ് തൽക്കാലത്തേക്കൊന്ന് റൂമിലേക്ക് മാറ്റാമെന്നുള്ള രീതിയിൽ അവനെ ഡോക്ടർമാർ തീരുമാനം എടുത്തു. ആ സമയത്ത് തന്നെ അവൻ്റെ മമ്മി എന്നെ വിളിച്ചു, അച്ഛാ ഈ സമയത്ത് എത്തുകയാണെങ്കിൽ അവന് തിരുവോസ്തി കൊടുക്കാം. കാരണം അവൻ്റെ റിബും കാലും ഒക്കെയാണ് സിവിയറായിട്ട് ഇത് മുറിഞ്ഞ് കിടക്കുന്നത്. തലയുടെ ഭാഗത്ത്, കാരണം ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല, തലയ്ക്ക് ഒന്നും വലിയ ക്ഷതമേറ്റില്ലെങ്കിലും ബാക്കിയുള്ള ബോഡി, മറ്റുള്ള എല്ലാ ഭാഗങ്ങളും വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ വളരെ വിഷമിച്ചാണ് അവൻ്റെ മമ്മിയോട് ഈ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. അപ്പോൾ ആയ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ഈശോയുമായിട്ട് നേരെ കിംസ് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അവനവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അവനെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കി. ആദ്യം ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ, കാരണം ഇവൻ സൂക്ഷിച്ചു പോയതാണ് വണ്ടിയിൽ, പെട്ടെന്ന് ഇവൻ ഓപ്പോസിറ്റായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവനെ ഇടിച്ചിട്ടത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളയുക, ഈശോ നിന്നെ സുഖപ്പെടുത്തും, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ വചനം വന്നു. ഞാൻ അവനോട് പറഞ്ഞു, കാരണം നീ ഭയപ്പെടേണ്ട, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, നീ പ്രാർത്ഥിച്ചൊരുങ്ങ്, ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയെ അവൻ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി. ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ച് ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിലോട്ട് പോകുകയാണ്. വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോള്, ഈ സഹോദരിയുടെ ഫോൺ കോളാണ്. അച്ഛാ, ഈശോ അത്ഭുതം ചെയ്തു, ഈശോ അത്ഭുതം ചെയ്തു. ഇവരിങ്ങനെ സന്തോഷത്തോടെ ഈശോ അത്ഭുതം ചെയ്തു, ഈശോ അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വല്ലാത്തൊരു അത്ഭുതമായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അച്ഛാ, നാളത്തെ സർജറി ഡോക്ടർമാർ നിശ്ചയിച്ചിരുന്നതാണ്, പക്ഷേ അവൻ്റെ അത് കഴിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വീണ്ടും അവനെ ഒന്ന് കാണാനായിട്ട് വന്നു. അവൻ്റെ ആ മുറിവുകളുടെ ഭാഗത്ത് അവർ ഒട്ടിച്ചിരുന്ന പ്ലാസ്റ്റർ ഒന്ന് എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പറയുകയാണ്, സർജറിയുടെ ആവശ്യമില്ല. വല്ലാത്തൊരു മിറക്കിൾ ആ സമയത്ത് സംഭവിച്ചുവെന്ന് ഡോക്ടർമാരും അവരോട് പറയുവാനായിട്ടിടയായി. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതം, ഈശോയുടെ സൗഖ്യം, ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞു. കാരണം ആ ഈശോയുടെ സ്നേഹം, സൗഖ്യം, ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഇത്രമാത്രം നമ്മളെ കണ്ണുനീരിലൂടെ കടന്നു വരുന്നവരെ തൊടുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആ നിമിഷം എനിക്ക് അനുഭവിച്ചപ്പോൾ ഇതിൻ്റെ മഹത്വം, പൗരോഹിത്യത്തിൻ്റെ മഹത്വം, ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എന്നെ വല്ലാതെ ആ സ്നേഹത്തിൽ അലിയിച്ചു. ആ സ്നേഹം എന്നെ വല്ലാതെ പൊതിയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ ഒരു സാന്നിധ്യം ഓരോ കുർബാനയിലും എനിക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പങ്കെടുക്കുന്നവർ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പറയും, അച്ഛാ, ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്, ഇന്നത്തെ കുർബാന വളരെ ഒരു അനുഭവമായിരുന്നു എന്ന് പറയുമ്പോൾ ഓരോ കുർബാനയും ഒരനുഭവമാകുന്നതാണ് ഈശോയും ആഗ്രഹിക്കുന്നത്. അനുഷ്ഠാനമല്ലല്ലോ നമ്മുടെയൊക്കെ കുർബാനകൾ. പലപ്പോഴും അനുഷ്ഠാനത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ് കുർബാന നമുക്കൊരനുഭവമായി മാറാത്തത്. അത് ഈശോ തന്നെയാണ്, ഈശോയുടെ കാൽവരി ബലി തന്നെയാണ് ഓരോ അൾത്താരയിലും നടക്കുന്നത്. കാരണം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, അവൻ നമ്മുടെ ക്ഷതങ്ങളും നമ്മുടെ മുറിവുകളുമാണ് ഏറ്റെടുത്തത്, നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ, നമുക്ക് വിടുതൽ തരുവാൻ, നമ്മെ സ്വതന്ത്രമാക്കുവാൻ. ഓരോ കുർബാനയിലും ഈശോയുടെ അത്ഭുതകരമായ സൗഖ്യമുണ്ടെന്ന് ഈ അനുഭവം എന്നെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരുവോസ്തി എടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ ഈശോയെ തന്നെയാണ് നമ്മൾ തൊടുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അത് വിശ്വാസത്തോടെ ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കും ഈ സൗഖ്യം അനുഭവിക്കാൻ പറ്റും. ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യമേ
സ്വരൂപനായി. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം. ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. കർത്താവ് എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയും ദൈവം നമുക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഇടം കൂടിയാണ്. നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നതോടൊപ്പം ഈശോയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ വേണ്ടി കൂടിയാണ് വിശുദ്ധ ബലിയിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബലിയർപ്പിച്ചിട്ടുള്ള ഇടം പൊന്നുരുന്തി കപ്പൂച്ചിൻ ആശ്രമത്തിലെ ബലിപീഠമാണ്. കാരണം എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അപ്പോയിൻമെൻ്റ് ആകുന്നത് പൊന്നുരുന്തി കപ്പൂച്ചിൻ ആശ്രമത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റ് ആശ്രമങ്ങളിൽ പോയിട്ട് വീണ്ടും 3 തവണ പൊന്നുരുന്തി കപ്പൂച്ചിൻ ആശ്രമത്തിൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ബലിയർപ്പിക്കുമ്പോൾ ആ അൾത്താരയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. വിശുദ്ധനായ ആ വിശുദ്ധിയുള്ള അനേകർ ആ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചിട്ടുണ്ട്. ദേവദാസൻ തിയോഫിനച്ചൻ പലവട്ടം ആ അൾത്താരയിൽ ബലിയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല അവസരങ്ങളിൽ ഈ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയിലൂടെ അനേകർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോ ബലി അർപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ പ്രാർത്ഥനകൾ കൂടെ ഞാൻ അപ്പവും വീഞ്ഞും ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ഞാൻ അതും കൂടെ ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ബലിയിലൂടെയും അനേകം അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് പലരും എന്നോട് വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പൊന്നുരുന്തി ആശ്രമത്തിലെ പൗരോഹിത്യ ജീവിതവുമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അജന എന്ന പെൺകുട്ടിയാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പേരാണ് അജന ജോർജ്. അവൾ എറണാകുളത്തുള്ള തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ പഠിക്കുകയും ആ കോളേജിൽ തന്നെ അധ്യാപികയാവുകയൊക്കെ ചെയ്ത ജീസസ് യൂത്തിൻ്റെ ചുണക്കുട്ടിയാണ്. അവളുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വേദപാഠ ക്ലാസ്സുകളിൽ പൊന്നുരുന്തി ആശ്രമത്തിലായിരുന്നു വേദപാഠം പഠിച്ചിരുന്നത്. അന്ന് എനിക്കറിയാം ഈ കുഞ്ഞിനെ. ഇവൾ 10ാം ക്ലാസ്സിലും +1ലും +2ലും പഠിക്കുമ്പോൾ അജനയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓടി ചാടി നടക്കുന്ന പെൺകുട്ടി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പൊന്നുരുന്തി ആശ്രമത്തിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അജന ക്യാൻസർ രോഗത്തിന് പിടിയിലാണെന്ന്. വളരെ തീവ്രമായ ആ രോഗാവസ്ഥയിൽ അവൾ ആയിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ഒരു തവണ വീട്ടിൽ ചെന്നിട്ട് അവളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. ഒരു തവണ വീട്ടിൽ വെച്ച് തന്നെ കുർബാന ഈശോയെ കൊടുത്തു. അപ്പോഴൊക്കെ ആ ക്യാൻസറിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അവൾക്ക് ഈശോയോടുള്ള വല്ലാത്തൊരു സ്നേഹമാണ്, കുർബാനയോട് വല്ലാത്തൊരു അഭിനിവേശം. അങ്ങനെ കോവിഡിൻ്റെ സമയമായി. കോവിഡ് ആരംഭിച്ചപ്പോൾ ആ 2019 കോവിഡിൻ്റെ ആ ഒരു സമയമായപ്പോൾ ലോക്ക്ഡൗൺ ആയി. പള്ളികളിൽ കുർബാന ഇല്ലാത്ത അവസ്ഥയായി. എല്ലാ വൈദികരും വ്യക്തിപരമായിട്ട് കുർബാന ചൊല്ലുന്ന ഒരു സമയമായി. ആശ്രമത്തിൽ ആരുമായിട്ടൊരു ബന്ധമില്ല. ഈ സമയത്ത് അജന ഫോണിലിടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അജന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈശോയെ വേണം. ഞാൻ പെട്ടെന്ന്, കാരണം കുർബാന അർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈശോയെ വേണമെന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളൊക്കെ പലരും അച്ഛാ കുർബാന വേണം, എനിക്ക് തിരുവോസ്തി വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് എനിക്ക് ഈശോയെ വേണമെന്നാണ്. പെട്ടെന്ന് കുർബാനയിൽ ആ ഈശോയുടെ ആ സാന്നിധ്യം അവളുടെ ഈ വാക്കുകളിലൂടെ എനിക്കും ഒരു ബലമായിട്ട് മാറി. ഞാൻ പറഞ്ഞു, വന്നോളൂ കുർബാനയിൽ ഞാൻ ഈശോയെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ ക്യാൻസറിൻ്റെ ആ തീവ്ര വേദന അനുഭവിക്കുമ്പോഴും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുമ്പോഴും അവൾ ദേവദാസൻ തിയോഫിനച്ചൻ്റെ ആ കബറിടത്തിലേക്ക് വരികയും അവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഗിൽഡ് ഓഫീസിൽ വന്നു. ഞാൻ ആ കുർബാനയിൽ ഈശോയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ഒരു പ്രസന്നത, ഒരു വല്ലാത്ത സന്തോഷം. ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടക്കുമ്പോഴും കുർബാനയിലെ ഈശോ അവളെ ബലപ്പെടുത്തിയിരുന്നു, അവളെ
ആത്മീയ സന്തോഷം നൽകി അവളെ കൂടെ ഈശോ നടത്തിയിരുന്നു എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ ആ മരിച്ച വാർത്ത അറിഞ്ഞു ഞാൻ വയനാടായിരിക്കുമ്പോഴാണ് അവൾ മരിക്കുന്നത്. അപ്പോൾ മരിച്ച ആ ദിവസം ഞാൻ പെട്ടെന്ന് അടുത്ത ദിവസം കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അജനയുടെ ഈ വാക്കുകളാണ് എൻ്റെ കാതുകളിൽ ഓടിയെത്തിയത്. എനിക്ക് ഈശോയെ വേണം. ഓരോ കുർബാനയിലും ഞാൻ ഉയർത്തുന്ന തിരുവോസ്തിയിൽ അത് ഈശോ തന്നെയാണ് എന്ന് എൻ്റെ കാതുകളിൽ ബലപ്പെടുത്തുന്ന ഒരു സ്വരം അജനയുടെ ഈ വാശി പിടിച്ചുള്ള ദിവ്യകാരുണ്യ സ്വീകരണമാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും കുർബാനയുടെ ആഴങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ കുർബാന അർപ്പിക്കുവാനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടും. കാരണം ജീവിക്കുന്ന ഒരു കർത്താവ് ഓരോ വിശുദ്ധ കുർബാനയിലുമുണ്ട്. ഫൗസ്റ്റീനയ്ക്ക് ഒരു ദർശനം ലഭിക്കുന്ന ഒരു സംഭവമുണ്ട്. വൈദികൻ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഉയർത്തുവാനിരുന്ന ആ തിരുവോസ്തിയിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലിരുന്ന് ഈശോ കടന്നു ചെല്ലുന്നതും പിന്നെ വൈദികൻ ഉയർത്തുന്നത് ആ അമ്മയുടെ കരങ്ങളിലിരുന്ന് ആ ഈശോയാണെന്നുമൊക്കെ കാണുന്നതും ഒരു ദർശനം ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നുണ്ട്. പാടുപീഡകൾ ഏറ്റുവാങ്ങിയ ഈശോയെ തന്നെയാണ് വൈദികൻ ആ തിരുവോസ്തിയിൽ ഉയർത്തുന്നത്. ആ ഒരു അനുഭവം കുർബാനയുടെ സമയത്ത് ചില അവസരങ്ങളിൽ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കും എൻ്റെ മനസ്സിലും എൻ്റെ അനുഭവത്തിലും കടന്നു വരാറുണ്ട്. അതെന്നെ കുർബാനയെ കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും സ്നേഹത്തോടും ആ കുർബാന പരികർമ്മം ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്നാൽ അവിടെ ഒരു വലിയൊരു ആശ്വാസവും സൗഖ്യവും ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിലൊരു പ്രചോദനം തോന്നി. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാറിൽ എറണാകുളം ആ നഗരം മുഴുവനും ദിവ്യകാരുണ്യ ഈശോയുമായിട്ട് ഒരു പ്രദർശനം നടത്തി. ഈശോ ആ മേഖലകളെയെല്ലാം ഒന്ന് വിശദീകരിച്ച് ആശീർവദിക്കുവാൻ ഓരോ ജംഗ്ഷനിലെത്തുമ്പോൾ ആ ഈശോയെ ഉയർത്തി ആ കാറിലിരുന്ന് കുരിശ് വരച്ച് ഈശോയുടെ ആശീർവാദവും ഈശോയുടെ അനുഗ്രഹവും ഈ ദേശത്ത് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ടാകാം. ഇതിൻ്റെയൊക്കെ അത്ഭുതകരമായ ഈശോയുടെ ഇടപെടലാണ് പല രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നുമൊക്കെ നമ്മളെയൊക്കെ സംരക്ഷിച്ചത്. ഞാൻ ഇന്നും ഈ വിശ്വസിക്കുന്നു, ദിവ്യകാരുണ്യത്തിലുള്ള ഈശോ നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. ഈശോ പറഞ്ഞിട്ടില്ലേ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഇത് അന്വർത്ഥമാക്കി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആ ഈശോയെ സ്നേഹിക്കാം, ആ ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാം. കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നിലപാടുകളെടുക്കാം. നിൻ തിരുരക്തത്തുള്ളികളാലേ നിത്യവുമെന്നെ കഴുകേണം. നിൻ തിരുരക്തത്തുള്ളികളാലേ നിത്യവുമെന്നെ കഴുകേണം. വിശ്വാസത്തിൻ വിലയേറും പൊൻ വിത്തുകളെന്നിൽ വിളയിക്കാൻ